ഡാൻസിന് പോവാ. യെസ്, ഓക്കെ. ഏത് ഡാൻസാ? യെസ്, വാ വാ. ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ റെഡി ആയിരിക്കുന്നത് ലല്ലുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് പോകണം. ലല്ലു ഉച്ചയ്ക്ക് പോയി. ഉച്ചയ്ക്കായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടത്. 1 മണിക്കായിരുന്നു അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടായി. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് പോയി. ഇനി ഞാൻ പോകണം. ഞാൻ നേരെ ഇവിടുന്ന് ഷോപ്പിൽ പോകും. ഷോപ്പിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുന്നു. ചേച്ചിയും അനിയനും അനിയൻ്റെ വൈഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞ് അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അവർ 6:15 ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് പറഞ്ഞ്. കാരണം 6:30 അങ്ങോട്ടാണ് വെൽക്കം ഡാൻസ് തുടങ്ങുന്നതെന്ന് ടീച്ചർ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഡാൻസ് തുടങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ആ സമയത്ത് പോകാമെന്ന് വെച്ചു. ചിലപ്പോൾ ലേറ്റ് ആവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 8 മണിയൊക്കെ ആയി തോന്നുന്നു തീർന്നു അവളെ ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ. ഇത്തവണ അത്രയും ആവത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ഇനി ഞാൻ ചെന്നിട്ട് വേണം എല്ലാവരും ഡാൻസ് ടൈം അനുസരിച്ച് അനീഷിനെ അച്ഛനെയും വിളിച്ച് പറയാം. ആ സമയത്ത് അവരും എത്തും. അപ്പോഴത്തേക്ക് കളിക്കുമെന്ന് തോന്നുന്നു. രാവിലെ കളിച്ചപ്പോൾ നല്ലപോലെ കളിക്കുകയൊക്കെ ചെയ്ത്. ഇനി അവിടെ ചെല്ലുമ്പോൾ കളിക്കുമെന്ന് വിശ്വാസത്തിൽ പോകുന്നു. ഇനി ചെല്ലുമ്പോൾ എന്തായാലും കാണാം. ചെല്ലുമ്പോൾ എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. So he couldn't attend this function. അതിന്റെ സ്കൂൾ എത്തിയില്ല. Now Saritsa, again few more honors to be done. Now it's time to honor the creative minds behind the mesmerizing dance performances that are going to grace our school's annual day program. These talented individuals have dedicated countless hours to weave movements into stories. And tonight we extend our deepest appreciation അങ്ങനെ ലല്ലുവിന് ഡാൻസ് തുടങ്ങി. അവൾ കളിച്ച് കേട്ടോ. നമ്മൾ വിചാരിച്ചോളൊക്കെയില്ല. ഞാൻ ആ സർക്കിളിൽ കാണിച്ചിരിക്കുന്നത് ലല്ലു ഇങ്ങനെ ഏറ്റത്ത് വയ്ക്കുന്നത്. പിന്നെ ഒരു മോണിക്ക എന്നുള്ളൊരു പാട്ടായിരുന്നു. പാട്ടിട്ട് പിന്നെ കോപ്പറേറ്റ് അടിക്കും എന്നുള്ളതുകൊണ്ട് പാട്ടിട്ടില്ല. പക്ഷെ അവൾ കളിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ബബിളും മറ്റേ പേപ്പറിൻ്റെ പേപ്പർ പോപ്പർ അന്ന് മറ്റൊരു സാധനമുള്ളല്ലോ, അതൊക്കെ ഇട്ട് ഞാൻ ദൈവമേ ഇനി പേപ്പർ അത് ഇടുമ്പോഴത്തേക്ക് അവൾ അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ കളിച്ച് കേട്ടോ. അതിനിടയ്ക്ക് ബബിൾ ഇട്ടപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ബബിൾ കുത്തിപ്പൊട്ടിക്കാൻ പോയെങ്കിലും അവൾ കളിച്ച് നല്ലതുപോലെ. ഞാൻ അത് വിചാരിച്ച് കളിക്കൂലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത്തവണ ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി നിന്നുകൊണ്ട് എനിക്ക് ഇച്ചിരി നന്നായിട്ട് എടുക്കാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം നമുക്ക് ഒട്ടും പറ്റിയില്ലിരുന്നത്. അപ്പോൾ അവൾ ഏറ്റവും ബാക്കിലായി. ഇപ്പോൾ അവളിൽ കുഞ്ഞ് ഉറുമ്പുകൾ നിൽക്കുന്നതൊക്കെ നിൽക്കുകയായിരുന്നു സ്റ്റേജിൽ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയി നിന്നുകൊണ്ട് എടുത്തുകൊണ്ട് ചൂടി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്ന ആൾ ഫോട്ടോഗ്രാഫർ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കയറി എല്ലാവരും കയറി. പിള്ളേർ ട്രിപ്പ് വന്നാണ് പറയണത്. കൈ കഴുകുന്നില്ല ആര്. Wash your hands together. കൈ കഴുകിയിട്ട് വരാം. കൈ കഴുകാം. വെള്ളം ഉണ്ടാന്ന് നോക്കാം ആദ്യം. വെള്ളം കിട്ടി. ഇവിടെ വെള്ളം കുറവാണ് സാധാരണ. പയ്യ അത്ര വെള്ളം ഉണ്ട്. എന്താ വെള്ളം കുറവാണ് ഇവിടെ. ലവ് യു. ഇവിടെ ഇരിക്കാം. അത് ഒരുമിച്ച് സെറ്റ് ചെയ്തേക്ക്. ഇവിടെ ഫാനില്ലേ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. ഫുഡും കഴിച്ച് വയറും വെത്ത് എല്ലാവരും ഇറങ്ങിയത്. പിടിച്ചിറങ്ങണേ സ്റ്റെപ്പ്.
സോങ് പിടിച്ചു. കേശു ഇറങ്ങില്ല, റോഡാണ്. അവർക്ക് പറയണേ റോഡാണെന്ന്. അച്ഛനെ കൈ പിടിച്ചിറങ്ങും, അച്ഛനെ കൈ പിടിച്ചിറങ്ങിക്കും. അത് പോട്ട് പോട്ട് കുഴപ്പമില്ല, പോ വെക്കോ. പയ്യെ പയ്യെ. പിടിച്ചോളെ, അവളെ പിടിച്ചു, അവളെ പിടിച്ചു, അവളെ പിടിച്ചു. ഫോൺ അവളെയിരിക്കും, സോജിലിരിക്കുന്നു. പിടിച്ചിറങ്ങ്. നീ ഇങ്ങോട്ട്, നീ ഇങ്ങോട്ട്. ലല്ലി നേരെ അങ്ങോട്ട് ഇറങ്ങണ്. ലല്ലി ഇങ്ങോട്ടാണ്. ബനാനയൊക്കെ പഠിച്ചിട്ടില്ല. പാരാത്രി 10 മണിക്ക് എല്ലാരും നടക്കണം. ഇനി നേരെ അവർക്ക് പള്ളിക്ക് ദൂരെ പോയാൽ പോരെ? നിങ്ങൾ ദൂരെയൊക്കെ പോയാല് ബീച്ച്. ആ എല്ലൊക്കെ വീട്ടിൽ കിടന്നു. കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്യണോ ഇങ്ങനെയുള്ളു വീട്ടിൽ കെട്ടത്. എന്റെ ഫുഡ് വെച്ചിട്ട് ചോദിക്കണേ, നമ്മളിന്ന് സോപ്പം വീട്ടിലിട്ടാ പോണതെന്ന്. സ്നേഹപ്രകടനങ്ങളാണ്. എല്ലാം വേണ്ടേ? അല്ലെ എന്റെയൊക്കെ തുപ്പൽ എനിക്ക് വേണ്ടത്. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തരണം. കൊച്ചൊക്കെ തുറച്ചോളെ. കൊച്ചു പറഞ്ഞത് ആരും ഉമ്മ വെച്ചുവിടുന്നാണ്. തുപ്പലിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കുളിക്കണ്ടേ? സമയം മാത്രമാണ് ചാറ്റ് കൊടുക്കണത്. ഫ്രണ്ടും ബാഗൊക്കെ പിടിച്ച് ഓടറേ. റെഡി? ഹെൽമെറ്റ്, ബനാന, കൊല ഒന്നും തന്നില്ല. നല്ലതിന്റെ ബാഗ്, ടിറ്റയുടെ ബാഗ്, ബനാന. വഴുത്ത എവിടെ ഇതിനകത്തുണ്ടാ? എവിടെ ഇതിനകത്ത് അടി കിടക്കണ? ഇല്ല, ഇത് ഞാലിപ്പോവാനാ? അതാരെങ്കിലും എടുത്ത് മാറ്റിയായിരുന്നു. ഞാലിപ്പോവാനാ? ഓടി ഇതാണ്ട് ആത്തച്ചൊക്കെ അമ്മ ഇട്ട് വെച്ചേക്കുന്നു. എടി ഞാലിപ്പോവാനാ ഇത്? അല്ലെന്ന്. ഈ വെള്ളപ്പടത്തിന് ഇത്ര സൈസേ ഉള്ള? ഇതിൽ കൂടുതൽ ഈ സൈസ് വണ്ണം വെച്ചില്ലേ? വണ്ണം വെക്കാത്ത തീർന്ന് വീഴണ്ട. എടി അന്ന് വണ്ണം വെക്കാച്ചത് കുറഞ്ഞു പോയി. വാടി വീണു പോയാ? ഉണ്ടാ മറ്റേ ഇല്ല വയറുള്ള എന്തിനായിരുന്നു? അതല്ല, വേറെ വയറുള്ള തന്നെ ഉണ്ടായിരുന്നല്ലോ. രണ്ടായിട്ട് വയറ് മുറിക്കണ ആരാണ്? ഒരു സൈനുദിന് സായമസിന് വയറിങ്ങനെ അതാണ് കൊണ്ടിട്ടില്ല രണ്ടുപേരും നമുക്ക്. സായമസിനുള്ള വയറ് ചീറൂലേ? സിനിമയായിട്ടല്ല പണ്ടതാ, അതാണ് കണ്ടത്. ടാറ്റ പപ്പ സെയിൽ എടുത്തില്ല. ഇതൊക്കെ കയറ്റി കോപ്പി ചെയ്തിട്ട് ചില സ്കൂളിന്റെ വീഡിയോ എല്ലാം കോപ്പി ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് വേണ്ടത്, ഇനി നമുക്കിത് വേണ്ട. അതല്ല െല്ലൊക്കെ തുടക്കിയാണ് കേട്ടോ. ലെല്ലാണ് ഇതൊക്കെ എന്തിനും തുപ്പലെത്ത പോളതുമില്ല. തുപ്പി തുറച്ച് എല്ലാം എന്നെ ലല്ലിപ്പ തുടക്കി
ചായ എടുത്തില്ലേ? ആയിക്കോട്ടല്ലേ വണ്ടി അല്ല ഇവരിങ്ങനെയല്ലേ പോണത്? ഇവരിങ്ങനെയാണ് പോണത്. ബൈ ബൈ പറയാ. നോക്കിയാൽ ആ കാറിന്റെ ബാക്കിൽ ഈ മനുഷ്യൻ D5 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മോണിക്ക 2 മതി 3:32 4 3 2 4 ഓക്കെ. അച്ഛതോ വണ്ടി എടുക്കാൻ പോയിരിക്കണത് വരട്ടെ. ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു ബിരിയാണി കഴിക്കാൻ തരാന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചിട്ടില്ലേന്ന് കേട്ടോ ബിരിയാണി. അതിന് നമ്മള് അയ്യോ അവിടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അവിടെ അടച്ചിരിക്കണേ നമ്മളെ